ഹായ് എവരി വൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെന്താ ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഡെയിലി ഇടുന്ന സ്റ്റാറ്റസുകളുണ്ട്. ഡെയിലി ഒന്നോ രണ്ടോ സ്റ്റാറ്റസ് ഇടുന്നതാണ് നമ്മളെല്ലാവരും ഇടുന്നതാണ്. അപ്പോൾ ആ ഇടുന്ന സ്റ്റാറ്റസിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ നമ്മുടെ ഫോണില് നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ കസിൻസിന്റെ, ഫ്രണ്ട്സിന്റെ, നമ്മുടെ തന്നെയുള്ള സെൽഫീസ്, പിന്നെ കുറെ ഫോട്ടോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഡെയിലി. അതൊക്കെ മറ്റൊരാളുടെ ഫോണിൽ, അതായത് നമ്മുടെ കോണ്ടാക്ട്സിലുള്ള, നമ്മുടെ സ്റ്റാറ്റസ് വ്യൂവർ ആയിട്ടുള്ള, നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന എല്ലാവരുടെയും ഫോണിൽ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട്. കത്തിയോ? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിടുന്ന സ്റ്റാറ്റസുകളെല്ലാം നമ്മുടെ കോണ്ടാക്ട്സിലുള്ള, നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന എല്ലാ ഫോണിലും, എല്ലാവരുടെയും ഫോണിൽ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട്. അത് ഞാനിപ്പോ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെറുതെ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഫോൺ തപ്പുന്നതിന്റെ ഇടയിലും, പിന്നെ ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇത് മാറ്റുന്നതിന്റെ, ഫോണിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മള് ലാപ്പിലേക്ക് മാറ്റുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇത് അറിയില്ല. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ സ്റ്റാറ്റസുകളെല്ലാം മറ്റുള്ളവരുടെ ഫോണിൽ സേവ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സ്റ്റാറ്റസ് നമ്മള് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കിട്ടിയിട്ട് അത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് നിന്ന് സെൻഡ് ചെയ്ത് വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ അതിനായിട്ടുള്ള സ്റ്റാറ്റസ് ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇത് ഫോട്ടോസുകളും വീഡിയോസുകളും ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ ഫോണിൽ ഓൾറെഡി സേവ് ആവുന്നുണ്ട്. അതാണ് ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് വാട്സപ്പ് തുറക്കാം. വാട്സപ്പ് തുറന്നതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസുകൾ നോക്കാം. ഇതിപ്പോൾ ഓരോ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റാറ്റസുകളാണ്. എൻ്റെ കോണ്ടാക്ട്സിലുള്ള ഓരോരുത്തരുടെ സ്റ്റാറ്റസുകളാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസുകൾ എത്രത്തോളം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നുണ്ട്. അതാണ് രസം. ഇതെവിടെയാണ് ഇനി സേവ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഫയലുണ്ട്. അപ്പോൾ നമ്മൾ മൈ ഫയൽസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫയൽ മാനേജർ എന്നൊക്കെ പറഞ്ഞ്, ഓരോ ഫോണിലും ഓരോ സെറ്റിങ്സ് ആയിരിക്കും. ഫയൽ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് തുറക്കാം. ഇൻറ്റേർണൽ സ്റ്റോറേജ് തുറന്നതിന് ശേഷം വാട്സപ്പിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടാവും. വാട്സപ്പിൻ്റെ ഫോൾഡർ തുറന്ന് മീഡിയ തുറന്നിട്ട്, മീഡിയ എന്ന് പറഞ്ഞ ഫോൾഡർ തുറന്ന് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഇതിൽ നോർമലി നമ്മുടെ കാണാം, നമുക്ക് വീഡിയോ, സ്റ്റിക്കേഴ്സ്, വാൾപേപ്പർ, ഓഡിയോ, അതൊക്കെ. ഇത് കൂടാതെ നമുക്ക് ഹൈഡ് ആൻഡ് ഫയൽസ് ആയിട്ട് റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ കിടക്കുന്നുണ്ടാവും. അത് ചില ഫോണുകളിലുണ്ടാവും, ചില ഫോണുകളിലുണ്ടാവില്ല, ചിലതിലുണ്ടാവും. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഇട്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഇട്ടിരിക്കുന്ന എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ഇതിൽ വന്നിരിക്കും. ഇതൊക്കെ എൻ്റെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതാണ്. ഞാൻ സേവ് ചെയ്ത് വെച്ചോണതൊന്നുമല്ല. ഇങ്ങനൊരു ഫോൾഡറിലായിരിക്കും ഇത് വന്ന് എടുക്കേണ്ടാവുക. ഇതൊന്ന് ഓരോ ഫോണിലും വ്യത്യസ്തമായിട്ടായിരിക്കും. ഇപ്പോൾ ഇത് OnePlus ആണ്. OnePlusൽ ഇതുപോലെ ആയിരിക്കും. സാംസങ്ങിൽ വേറെ രീതിയായിരിക്കും. നോക്കിയ, ലാവ, ലെനോവ, അതിലൊക്കെ വെവ്വേറെ ആയിരിക്കും. പക്ഷേ ഇനി ഇങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുപോലൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ഇല്ല, നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് വേറൊരു മാർഗം കൂടി ഉണ്ട്. ഈ ഫോൺ നേരെ ലാപ്പിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് തുറന്നു വരും. അതിൽ വാട്സപ്പിൻ്റെ ഇതുപോലെ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തുറന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ ഫോൾഡേഴ്സും ഓൾറെഡി ഈ ഹൈഡ് ആൻഡ് ഫയൽ ആയിട്ടുള്ളത് വരെ ഓൾറെഡി വിസിബിളായിട്ട് കിടക്കുന്നുണ്ടാവും. അത് നേരെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ട് ഉള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു.